ഈത്തപ്പഴത്തിൻ്റെ കാപ്പി. അന്നൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഇതെങ്ങനെയാണ് സംഭവം എന്ന്. സിമ്പിളാ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടി ഒന്നുമില്ല. സിമ്പിൾ പരിപാടി. വെറും ഈത്തപ്പഴം കഴിച്ചിട്ട് കാപ്പി വെച്ചാൽ ആ കാപ്പീൻ്റെ ടേസ്റ്റ് കിട്ടുക ചാൻസ് ഇല്ല. കുറച്ച് കാപ്പിപ്പൊടി ചേർക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഈത്തപ്പഴം വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന കാപ്പി നമ്മുടെ സാധാരണ കാപ്പീൻ്റെ അത്ര വരില്ല, പക്ഷേ ഇതിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാപ്പിയാണ്. ഈ കാപ്പി നമുക്ക് കോഫിക്ക് ബദലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? കോഫിയുടെ അതേ ഗുണങ്ങൾ ഇതിന് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കഫീൻ ഇല്ല. കഫീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോഫിയുടെ ഗുണം നമുക്ക് കിട്ടില്ല. പക്ഷേ കഫീൻ അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കഫീന് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ ഈത്തപ്പഴം കോഫി കുടിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്, ഇതിൽ നിറയെ പോളിഫിനോൾ ഉണ്ട്, നിറയെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ചെറിയ അളവിൽ ആരോഗ്യകരമായ കൊഴുപ്പുമുണ്ട്, പൊട്ടാസ്യം കാൽസ്യം പോലുള്ള മിനറൽസുകളും ഇതിൽ നിറയുണ്ട്. ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫൈബർ വളരെ കൂടുതലായതുകൊണ്ട് ദഹന വ്യവസ്ഥയ്ക്ക് നല്ല തന്നെയാണിത്. കഫീൻ ഇല്ലാത്തതുകൊണ്ട് രാത്രി സമയം കുടിക്കാം. കഫീൻ രാത്രി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടില്ല, പക്ഷെ അതിന് ബദലായിട്ട് കാപ്പി കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ കാപ്പി നമുക്ക് കുടിക്കാം. ചില ആൾക്കാർക്ക് കാപ്പിയുടെ രുചി ഇഷ്ടമാവില്ല, അത്തരം ആൾക്കാർക്ക് ഈ കോഫി ട്രൈ ചെയ്യാവുന്നതാണ്. ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ ഷുഗർ ലെവൽ കൂട്ടില്ല, മന്ദഗതിയിലെ ഷുഗർ കൂട്ടുള്ളൂ. ഇത് സാധാരണ കാപ്പിയുടെ ബദലായിട്ട് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുടിക്കാൻ പറ്റില്ല. കാരണം കഫീൻ ഉണ്ടാകുമ്പോൾ കഫീൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കാപ്പിക്കുണ്ട്. കാപ്പിയുടേതായ ഗുണമുള്ളത്, ഇതിന് ഈ ഡ്രിങ്കിൻ്റെതായ ഗുണങ്ങളാണുള്ളത്. കോഫി ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതൽ പഠനങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ട്രെൻഡ് അനുസരിച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് എത്രമാത്രം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നൊന്നും വലിയ പഠനങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കിയും കണ്ടും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാപ്പിക്ക് പകരം പുതിയൊരു ഡ്രിങ്ക് പരത്തുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ട്രെൻഡിങ് റീൽസിൻ്റെ ന്യൂട്രീഷൻ അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം.